എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് തന്നെ ഇന്ന് നമ്മോട് ഇടപെടട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മോട് ഇടപെടുന്നതിനായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് 90കളുടെ കാലഘട്ടം, അതായത് 1990s ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടമാണ്. എന്നാൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്, AI. ഈ ഒരു കാലം ആ 90കളുടെ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം മുൻപോട്ട് പോയിരിക്കുകയാണ്. ഓരോ കാലഘട്ടവും ഇപ്രകാരം തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും അഡ്വാൻസ്ഡ് ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. അടുത്തൊരു 30 കൊല്ലവും കൂടി കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും വലിയ അത്ഭുതങ്ങളെല്ലാം കാണാൻ ഭാഗ്യം ലഭിക്കും. ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും എല്ലാം ഒരുപോലെ പ്രാധാന്യമുള്ള, അതായത് കർത്താവിൻ്റെ കാലം മുതൽ ഈ കാലഘട്ടം വരെയും, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ കാലം മുതൽ ഇനി ഈ ലോകത്ത് നിന്ന് സഭ എടുക്കപ്പെടുന്ന കാലം വരെ ഒരുപോലെ പ്രാധാന്യമുള്ള ഒരേ ഒരു കാര്യമുണ്ട്. അത് ഒരിക്കലും ഒരു ടെക്നോളജിക്കും അതിനൊരു പകരം വെക്കാൻ കഴിയില്ല. ഒരു ടെക്നോളജിക്കും ഈ വിഷയത്തിൽ ഒരു പകരം വയ്പ്പാൻ കഴിയില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ വസിപ്പാൻ മറ്റൊന്നിനും നമ്മെ സഹായിക്കാൻ കഴിയില്ല. സാക്ഷാൽ പരിശുദ്ധ ആത്മാവിന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ കഴിയൂ. കാരണം ദൈവത്തെയും ദൈവത്തിൻ്റെ ആത്മാവിനെയും ലോകത്തിന് അറിയില്ല. ലോകത്തിന് അറിയാത്തതിനെ ലോകത്തിനൊരിക്കലും നമുക്കറിയിച്ചു തരുവാൻ കഴിയില്ല. നാം ഈ ആയിരിക്കുന്ന മാർഗം വേണമെങ്കിൽ നമുക്ക് പറയാം, ലോകത്തെ ഏറ്റവും വലിയ മതം എന്നത് ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയാണ് എന്നെല്ലാം നമുക്ക് പറയുവാൻ കഴിയും. പക്ഷേ ദൈവമക്കളെ, കർത്താവിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും വ്യക്തമായിട്ട് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ഈ മാർഗത്തെ ലോകത്തിന് അറിയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം, ദൈവവചനം, ദൈവം തന്നെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഈ മാർഗം മതം അല്ല, ഈ മാർഗം ഒരു പിതൃബന്ധമാണ്. ഈ പിതൃബന്ധത്തെ ലോകത്തിന് അറിയില്ല. ഈ ലോകത്തിന് ഈ പിതൃബന്ധത്തെ അറിയുവാൻ കഴിഞ്ഞുവെങ്കിൽ ഒരിക്കലും ഈ ലോകം ഇങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി, ഏതെങ്കിലും ഒരു AI ടൂളിൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് ഒരു വചനം നിങ്ങളുടെ സിസ്റ്റത്തിൽ, അതായത് നിങ്ങളുടെ ടാബിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ നിങ്ങളുടെ മൊബൈലിലോ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വചനമെല്ലാം കൃത്യം ലഭിക്കും. ഒരു എസ്സേ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ പറ്റും. നിങ്ങൾക്ക് ഉള്ള ഒരു ടാസ്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ആശയമോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് നല്ല രീതിയിലാക്കി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ടെക്നോളജി നിങ്ങൾക്കത് തരും. പക്ഷേ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയും എന്ന് തന്നെ ഇരിക്കട്ടെ, അതിനുള്ള ടെക്നോളജി എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൽ വസിപ്പാൻ, ദൈവത്തോടുകൂടെ ഇരിപ്പാൻ, ദൈവത്തിൻ്റെ സന്തതിയായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായമില്ലാതെ യാതൊരു മാർഗവും ഇല്ല എന്നത് യേശുക്രിസ്തുവിൻ നാമത്തിൽ ഏത് കാലഘട്ടത്തിലും ഒരുപോലെ നിലനിൽക്കുന്ന സത്യമാണ്. വേണമെങ്കിൽ നമുക്ക് ഗൂഗിളിനോട് ചോദിക്കാം, ഹേ ഗൂഗിൾ, ഹൗ ടു ലവ് ഗാഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ വേണമെങ്കിൽ കുറച്ച് ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്കും എനിക്കും തരും. അല്ലെങ്കിൽ ഹേ ഗൂഗിൾ, അല്ലെങ്കിൽ ഹേ സീറി, ഹേ അലക്സ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാറ്റ് GPT അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഹൗ ടു ലവ് ഗാഡ്, ഹൗ ടു നോ ഗാഡ്, അല്ലെങ്കിൽ ഹൂ ഈസ് ഗാഡ്
എന്നെല്ലാം ടൈപ്പ് ചെയ്യുമ്പോൾ അവർ ചില ഉത്തരങ്ങളൊക്കെ നമുക്ക് തരും. ഒരുപക്ഷെ അത് ശരിയാണല്ലോ എന്ന് നമുക്കും തോന്നാം. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ആരുണ്ട് എന്ന് അവരുടെ ഹൃദയങ്ങളെ അറിഞ്ഞ് അവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. ഈ ഒരു സത്യത്തെ ദൈവമക്കൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഞാൻ എന്തുകൊണ്ട് ഈ കാര്യം പറയുന്നു? കാലഘട്ടം അതാണ്. നമുക്ക് ഏത് കാര്യമുണ്ട് എങ്കിലും, നമുക്ക് എന്ത് സംശയങ്ങളുണ്ട് എങ്കിലും നമ്മളത് തീർക്കുവാൻ വേണ്ടി മറ്റുള്ളവരോട് ചോദിക്കുന്നത് പോലെ ഇന്ന് നാം മറ്റുള്ളവരോട് ചോദിക്കത്തില്ല. പകരം നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലോ നമ്മുടെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചോ ആ സംശയങ്ങൾ നാം തീർക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി ക്യൂ നിൽക്കണ്ട, അവിടെയുള്ള ആൾക്കാരെ ആരെയും കാണണ്ട. വാട്ടർ ബില്ല് അടയ്ക്കണമെങ്കിൽ അവിടെ ആരെയും പോയി കാണണ്ട. സ്തോത്രം. കേബിൾ ബില്ല് അടയ്ക്കണമെങ്കിൽ ഒരിടത്തും പോയി ഒന്നും കാണണ്ട. ഇന്ന് മനുഷ്യനെ കാണാതെ, മനുഷ്യനുമായി ഒരു ബന്ധവും പുലർത്താതെ തന്നെ നമുക്കിന്ന് കാര്യങ്ങളെല്ലാം നടക്കും. ഇന്ന് ജനത്തെ കാണണ്ട, ജനവുമായിട്ട് സംസാരിക്കേണ്ട, ഇടപെടേണ്ട, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, ടെക്നോളജി മാത്രം ഉപയോഗിച്ച് ജീവിക്കാൻ പറ്റും എന്ന നിലവാരത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. മനുഷ്യൻ സ്വയത്തിലേക്ക് ഒതുങ്ങണം എന്നുള്ള നിലവാരത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലും വരാനുള്ള കാലഘട്ടത്തിലും കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും എന്നേക്കും മാറ്റമില്ല എന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എത്ര തന്നെ ഈ ടെക്നോളജീസും എല്ലാമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയാലും, ഹൗ ഫാർ യു ആർ ഡിപ്പെൻഡിങ് അപ്പോൺ all those technologies and gadgets, still God is same. ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് മാറ്റമില്ല. ഞാൻ വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ച ഒരു കാര്യമാണ്, കാലഘട്ടത്തിനനുസരിച്ച് ഏത് കാലഘട്ടത്തിലും ഒരുപോലെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിശ്വാസം, അത് ക്രിസ്തീയ വിശ്വാസം മാത്രമാണ്. ചില വിശ്വാസങ്ങൾ അവർ എന്നാണോ ആ വിശ്വാസം ആരംഭിച്ചത്, ആ നൂറ്റാണ്ടിനപ്പുറത്തേക്ക് മുൻപോട്ട് വരുവാൻ കഴിയാതെ അവർ തന്നെ ശ്വാസം മുട്ടുമ്പോൾ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന തന്നെ വെളിപ്പെടുത്തിയ ആ ദൈവം, നമ്മുടെ അരുമനാഥൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഓരോ വാക്കുകളും വിശുദ്ധ വേദപുസ്തകത്തെ ഒരുപോലെ നമുക്ക് എടുത്തിട്ട് പറയുവാൻ കഴിയും. ഏത് കാലഘട്ടത്തിലും ഇത് അത്യുത്തമമാണ്, ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ, കർത്താവായ യേശു ക്രിസ്തുവുമായി ഒരു വ്യക്തി ബന്ധത്തിലേക്ക് വരുവാൻ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് വരുവാൻ, ആ ഒരു മാർഗം കർത്താവിനെ അറിയുവാൻ, കർത്താവിൻ്റെ വചനത്തെ അറിയുവാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിൽ വസിപ്പാൻ, കർത്താവിനോടുകൂടെ ചേർന്നിരിപ്പാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് പരിശുദ്ധ ആത്മാവിൽ ആശ്രയിക്കുക, പരിശുദ്ധ ആത്മാവിനെ അനുസരിക്കുക, പരിശുദ്ധ ആത്മാവിലൂടെ ദൈവത്തെ സ്നേഹിക്കുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ഏൽപ്പിക്കുക. അല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ലോകത്തെ ഏത് ടെക്നോളജിയെ എടുത്താലും, ഏത് ടെക്നോളജിക്കും അപ്ഡേഷൻ വേണ്ടിയിരിക്കെ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാം, ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിൽ അയച്ചിരിക്കുന്നത് ആ കർത്താവിൻ്റെ ആത്മാവിനെ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം ബുദ്ധിയെയും ലോകപ്രകാരമുള്ള ടെക്നോളജിയെയും ഉപയോഗിച്ച് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവത്തെ അറിയുവാനോ ദൈവികമാകുന്ന
പ്രവൃത്തിയിൽ ഏർപ്പെടുവാനോ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ പരാജയപ്പെട്ടു പോകും. അവർക്കൊരു പക്ഷേ ബുദ്ധിയിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞേക്കാം. പക്ഷേ കർത്തൃകൃപയാൽ പറഞ്ഞുകൊള്ളട്ടെ, ഇത് ബുദ്ധിമാന്മാർക്ക് മറച്ചുവെച്ച മാർഗമാണ്. ഇത് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്ത മാർഗമാണ്. ഈ മാർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവം എന്ന നിലവാരത്തിൽ ഇറങ്ങി വരാതെ സാക്ഷാൽ ദൈവം ഒരു ബന്ധിക്കപ്പെട്ട ഒരു അടിമയ്ക്ക് സമമായിട്ട് ദൈവികത ഉപേക്ഷിച്ച് ഇറങ്ങി വന്ന് യാഗത്തിലല്ല കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് തൻ്റെ ജീവിത യാഗത്തിലൂടെ തെളിയിച്ച മാർഗമാണ് ഈ ക്രിസ്തീയ വിശ്വാസം. ഇത് പ്രാപിക്കുവാൻ, ഇത് അനുസരിക്കുവാൻ, ഇത് അനുഭവിപ്പാൻ, ഈ മാർഗത്തിൽ ജീവിപ്പാൻ സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ അല്ലാതെ മറ്റൊന്നിലൂടെയും കഴിയുക ഇല്ല. ഒരു ടെക്നോളജീസിനും നോ ടെക്നോളജി can help you love God. Beware, I want to tell you, these days all the technologies are helping us to love ourselves, to rely upon ourselves. ഈ കാലഘട്ടത്തിൽ എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ നയിക്കുന്നത് നമ്മിൽ തന്നെ ആശ്രയിക്കുവാൻ വേണ്ടിയാണ്. സൊസൈറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ മാക്സിമം കുറയ്ക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ എത്ര പേര് മാനസികമായിട്ട് പ്രശ്നം അനുഭവിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നാം മാനസിക രോഗികളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. റോഡിലേക്ക് വാഹനവുമായിട്ട് ഇറങ്ങുമ്പോൾ തിരിച്ചു വരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. മര്യാദയ്ക്കൊരിടത്ത് മാറിയിരുന്നാൽ പോലും പ്രശ്നമാണ്. ഏതു വഴി ആര് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം മാനസികമായിട്ട് പലരും തകർന്നിരിക്കുകയാണ്. മാനസികമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ഗൗരവമുണ്ടെന്ന് അറിയണമെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു TV ചാനലിലെ ഒരു വാർത്ത കണ്ടാൽ മതി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമുക്ക് AI ടൂൾസ് ഉണ്ട്, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, നമുക്ക് ഒരു ബട്ടൺ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിരിക്കുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കാനുള്ള സൗകര്യമുണ്ട്. കമ്മ്യൂണിക്കേഷൻ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. പഴയ കാലം പോലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു വിഷയം നമ്മൾ അറിയാതെ പോകില്ല. നമ്മൾ ആ നിമിഷം കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. എല്ലാം ശരി തന്നെ. മനുഷ്യൻ ഇന്ന് ഒരു ലോകം, ഒരു രാജ്യം, ഒരു കുടുംബം എന്നുള്ള നിലയിലെല്ലാം മാറുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കാലഘട്ടത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മനുഷ്യൻ സ്വസ്നേഹികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയും എന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി മനുഷ്യനെ കൂടുതൽ മനുഷ്യരുമായി കണക്ട് ചെയ്യിക്കുന്നു എന്ന് ഒരു ഭാഗത്ത് നാം വിശ്വസിക്കുമ്പോൾ, നാം കാണുമ്പോൾ, ആത്യന്തികമായിട്ട് മനുഷ്യനെ സാങ്കേതിക വിദ്യകൾ മനുഷ്യനുമായി കണക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, മനുഷ്യനെ മനുഷ്യരിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അവനെ സ്വസ്നേഹികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ടെക്നോളജി ഈസ് മോൾഡിംഗ് ഹ്യൂമാനിറ്റി ടു ബി in a state where he will love himself. He will not be concerned about the society or his people. ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെയാണ് കർത്താവിൻ്റെ പ്രസക്തി. ഈ ഒരു കാലഘട്ടത്തിൽ സുബോധത്തോടെ നിൽക്കുവാൻ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നിൽക്കണമെന്നുണ്ട്. ഈ ലോകത്ത് എന്ത് നടക്കുന്നു എന്നറിയണമെങ്കിൽ, ഈ ലോകത്തിൻ്റെ വക്രത നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ
ക്രിസ്തുവിൽ വസിക്കേണ്ടതുണ്ട്, നിങ്ങൾ ക്രിസ്തുവിലായിരിക്കേണ്ടതുണ്ട്. And for your kind information for this, no technology will help you, but the Holy Spirit will help you. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു നിലവാരത്തിൽ നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് നിങ്ങളെ ഒരു സാങ്കേതിക വിദ്യയും സഹായിക്കില്ല. പക്ഷേ നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. എന്തുകൊണ്ട്? കാരണം ലോകത്തിന് ദൈവത്തെ അറിയില്ല. ലോകത്തിന് ദൈവത്തിൻ്റെ ആത്മാവിനെ അറിയില്ല. ദൈവത്തെ അറിയാത്ത ലോകത്തെ നോക്കി, ദൈവത്തിൻ്റെ ആത്മാവിനെ അറിയാത്ത ലോകത്തെ നോക്കി ദൈവത്തെ അറിയുവാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത് പോലെ ഒരു പരാജയം മറ്റൊന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ ഭോഷത്വം എന്ന് തോന്നാം. പക്ഷേ ഒരു ദൈവ പൈതലിന്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സത്യത്തെ തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നിശ്ചയമായിട്ടും എന്നെയും നിങ്ങളെയും സഹായിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് വന്നത് ഈ കാര്യങ്ങളൊന്നും അല്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അപ്രകാരം നടത്തി ഞാനത് സംസാരിച്ചു. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 12 വേഴ്സ് 33. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമത്തെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്നു പറഞ്ഞു. ഞാനതൊന്നുകൂടെ വായിക്കുകയാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് അല്ലെങ്കിൽ വലിയത് തന്നെ എന്ന് പറഞ്ഞു. ഇതേ കാര്യം നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 37-36. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 37-38 വാക്യങ്ങൾ. യേശു ആ വ്യക്തിയോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ടു കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളിത് കേട്ടു. പക്ഷേ ഇത് നിങ്ങൾ കേട്ടു, കാര്യം ശരി തന്നെ. പക്ഷേ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കിത് ജീവനായി വെളിപ്പെടണമെങ്കിൽ, നിങ്ങൾക്കിത് വ്യക്തമായ രീതിയിൽ ഒന്ന് അനുഭവിക്കണമെങ്കിൽ, നിങ്ങളിത് കേട്ടതുകൊണ്ടോ നിങ്ങളിത് വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ നിങ്ങളിത് ഉരുവിട്ടോണ്ട് നടന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ ദൈവത്തിന് എല്ലാ കാര്യത്തിലും ഒരുപോലെ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞതുകൊണ്ടോ ഇത് സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ അങ്ങനെയുള്ളവരെ എല്ലാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ വചനം നിങ്ങളിൽ നിവർത്തിയാക്കുവാൻ, ഈ വചനത്തെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ അനുഭവിപ്പാൻ സാക്ഷാൽ ദൈവം തൻ്റെ ആത്മാവിനെ നിങ്ങളിൽ പകർന്നിരിക്കുകയാണ്. സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിച്ചാൽ,
നിങ്ങൾക്ക് ഈ സത്യത്തെ ഗ്രഹിക്കുവാൻ, അല്ലെങ്കിൽ ഈ സത്യത്തെ നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും. പല പ്രിയപ്പെട്ടവരും ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാം തലയാട്ടി കേൾക്കും. എന്നിട്ട് അവസാനം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കുക എന്ന്. ഞാൻ ഒരല്പനേരം പകച്ചു നിൽക്കാറുണ്ട്. എങ്കിലും എനിക്ക് പിന്നത്തേതിൽ മനസ്സിലായി, ഞാൻ എത്ര ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ സഹായിച്ചിട്ടല്ലാതെ ആ വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് ദൈവത്തെ എപ്രകാരമാണ് സ്നേഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കാതെ, പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് ദൈവ സ്നേഹത്തെ രുചിക്കാൻ അവസരം കൊടുക്കാതെ ആ വ്യക്തിക്ക് ദൈവസ്നേഹത്തെ അനുഭവിപ്പാൻ കഴിയില്ല. പലപ്പോഴും നാം അനുഭവിക്കുന്ന സോ കോൾഡ് ദൈവസ്നേഹം, പലപ്പോഴും നാം അനുഭവിക്കുന്ന ദൈവസ്നേഹം ലൗകികമാണ്. നാം പലപ്പോഴും ഇമോഷണലായിട്ട് അനുഭവിക്കുന്ന ഫീൽ ഗുഡ് ഫാക്ടേഴ്സിനെ നാം തെറ്റിദ്ധരിക്കാറുണ്ട്, ദൈവസ്നേഹമായിട്ട് നാം അത് എടുക്കാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം പീപ്പിൾ ആർ ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. ദേ ഫീൽ ലൈക്ക് their emotional feelings are from God and they feel that's the love of God. No, നാം വ്യക്തമായ രീതിയിൽ ദൈവസ്നേഹത്തെ അനുഭവിക്കുമ്പോൾ, കർത്താവിൻ്റെ കൃപയാൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, our flesh has nothing to do with love of God. നമ്മുടെ ജഡത്തിന് ദൈവസ്നേഹവുമായിട്ടൊന്നുമില്ല. കാരണം നാം ഇന്നൊരു പുതിയ സൃഷ്ടിയാണ്. നാം ആത്മാവിനാലാണ് ജനിച്ചിരിക്കുന്നത്. ദൈവസ്നേഹം ആത്മാവിനാൽ അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ നാം ജഡത്തിലാണ് അത് അനുഭവിക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് ജഡവുമായി ബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ഒരു നന്മ ലഭിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, നിങ്ങൾ ദൈവത്തെ വളരെയധികം നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുകയാണ്, നിങ്ങൾ കണ്ണുനീർ വാർന്നൊലിക്കുകയാണ്, നിങ്ങൾക്കൊരത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്, നിങ്ങൾ പറയുകയാണ്, ദൈവമേ അങ്ങനെ സ്നേഹിക്കുന്നല്ലോ, നന്ദി എന്നെല്ലാം വളരെ കാര്യമായിട്ട് നിങ്ങൾ പറയുകയാണ്. പക്ഷേ വ്യക്തമായിട്ട് ഞാൻ പറയാം, അതവിടെ കഴിഞ്ഞു പോവുകയാണ്. എന്നാൽ സത്യസന്ധമായ ദൈവസ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വൈകാരിക പ്രകടനത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. സത്യസന്ധമായ ദൈവസ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ദോഷം സംഭവിക്കുമ്പോൾ, നിങ്ങൾക്കൊരു തകർച്ച സംഭവിക്കുമ്പോൾ, നിങ്ങൾ ഒരു മരണനിഴലിൻ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ കൂരിരുളിൻ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾക്ക് അടുത്ത നിമിഷം എന്തും സംഭവിക്കാം എന്ന നിലവാരത്തിൽ നിൽക്കുമ്പോഴും കുലുങ്ങാതെ പതറാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ, പാറമേൽ അടിസ്ഥാനമിട്ട ഒരു ഭവനം പോലെ ദൈവസ്നേഹത്തിൽ അടിയുറച്ച് കർത്താവിലുള്ള ആ അചഞ്ചലമായ വിശ്വാസത്തിൽ നിലനിർത്തുന്നതാണ് സത്യസന്ധമായ ദൈവ സ്നേഹം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവസ്നേഹം എന്ന് പറയുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മോട് കരുണ കാണിക്കുമ്പോൾ ദൈവമേ നന്ദി, നമുക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോൾ ദൈവമേ നന്ദി, അല്ലെങ്കിൽ നാം സമാധാനത്തോടെ ഇരിക്കുമ്പോൾ ദൈവമേ ഈ തന്ന സമാധാനത്തിന് നന്ദി, തീർച്ചയായിട്ടും നന്ദിയുള്ളവരായിരിക്കണം. പക്ഷേ സത്യസന്ധമായ ദൈവസ്നേഹത്തെ നാം തിരിച്ചറിയണം. സത്യസന്ധമായ ദൈവസ്നേഹം എന്ന് പറയുന്നത് അതൊരു വൈകാരിക പ്രകടനമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സത്യസന്ധമായ ദൈവസ്നേഹം എന്ന് പറയുന്നത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, സത്യസന്ധമായ ദൈവസ്നേഹം എന്ന് പറയുന്നത് it is about knowing God exclusively through the Holy Spirit. സത്യസന്ധമായ ദൈവ സ്നേഹം എന്ന് പറയുന്നത്
ദൈവത്തിൻ്റെ ആത്മാവിനാൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ ദൈവത്തെ കൂടുതലായി അറിയുന്നതാണ് യഥാർത്ഥ ദൈവസ്നേഹം. ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും, സകലതും അറിയുവാനുള്ള ജ്ഞാനമുണ്ടായാലും, സകല മർമ്മങ്ങളെയും ഗ്രഹിക്കുവാനുള്ള കഴിവുണ്ടായാലും, സകല റെവലേഷൻസും മനസ്സിലാക്കാൻ, സകല വെളിപ്പാടും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം: ആത്മാവിൽ ദൈവത്തെ ഉണരുവാൻ കഴിയുന്നില്ല എങ്കിൽ, ആത്മാവിനാൽ ദൈവത്തെ അനുഭവിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ ദൈവസ്നേഹമില്ല. മൈ ഫ്രണ്ട്, എക്സ്പീരിയൻസിങ് ഗാഡ് through his spirit is the true God's love. പ്രിയ ദൈവ പൈതലേ, ദൈവാത്മാവിനാൽ ദൈവത്തെ അനുഭവിക്കുന്നത്, രുചിച്ചറിയുന്നതാണ് യഥാർത്ഥ ദൈവസ്നേഹം. എനിക്കും നിങ്ങൾക്കും സ്നേഹമെന്ന് പറയുന്നത് ഒരു കുഞ്ഞ് നമ്മെ കെട്ടിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ നാം ഒരു കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ നാം കെട്ടിപ്പിടിക്കുന്നത്, നാം ഒരു വ്യക്തിയുമായി സ്നേഹം പങ്കിടുന്നത്, നാം ഒരു നല്ലൊരു സ്ഥലത്ത് കുറച്ച് ആൾക്കാരുമായി സ്നേഹം പങ്കിടുന്നത്, അല്ലെങ്കിൽ സന്തോഷം പങ്കിടുന്നത്, അങ്ങനെയെല്ലാമാണ് നമുക്ക് കാര്യങ്ങൾ പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മനസ്സിലാക്കുക, ദൈവം ആത്മാവാണ്. ദൈവം സ്നേഹത്തിന്റെ ഉറവിടമാണ്. ദൈവം സ്നേഹമാണ്. ദൈവം ഈ പറയുന്ന നിലവാരത്തിലല്ല സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത്. ദൈവം ഈ പറയുന്ന നിലവാരത്തിലല്ല ദൈവം ജീവിക്കുന്നത്. ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ദൈവം ഏകനാണ്. ഏകനായ ദൈവത്തിൻ്റെ ആ സ്നേഹം, ആ ഏക സ്നേഹത്തെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുന്ന നിലവാരത്തിലാണത്. ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവേ, എനിക്ക് എൻ്റെ ദൈവത്തെ ഒന്ന് വെളിപ്പെടുത്തി തരണം, so that I can love him. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അറിയാവൂ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത് എന്ന്. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ ദൈവത്തിൻ്റെ മനസ്സെന്തെന്നറിയാവൂ. ദൈവത്തെ നാം സ്നേഹിക്കുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ കഴിയൂ. മാനുഷിക മാർഗത്തിൽ നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാം, മനുഷ്യരെ സ്നേഹിക്കാം. പക്ഷേ മാനുഷിക മാർഗത്തിൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ദൈവത്തെ സ്നേഹിക്കാൻ ദൈവിക മാർഗത്തിലൂടെ മാത്രമേ കഴിയൂ. ആ മാർഗമാണ് ക്രിസ്തു. ആ സത്യമാണ് ക്രിസ്തു. ആ വഴിയാണ് ക്രിസ്തു. ക്രിസ്തു നമുക്ക് തൻ്റെ ആത്മാവിനെ തന്നിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ശൂന്യതയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ശൂന്യത, ഒരു കൺഫ്യൂഷൻ. യു ആർ ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. വൈ? Because you are not walking according to the godly standard. നിങ്ങൾ ദൈവികമാകുന്ന നിലവാരത്തിൽ നടക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ വചനം വായിക്കുന്നു, നിങ്ങൾ ഉപവസിക്കുന്നു, നിങ്ങൾ എല്ലാം ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പോരാ 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 പോരാ, ഒരു ശൂന്യത നിങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു കൺഫ്യൂഷൻ, ഒരു ആശയക്കുഴപ്പം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുകയാണ്, ദൈവത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ, ദൈവവചനം അറിയാം എന്ന് പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ കുറെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചു, ദൈവം എന്നോട് കൂടെ ഉണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം വരുന്നതെന്ന് പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ ദൈവത്തിൻ്റെതാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതെല്ലാം നിങ്ങളുടെ ചിന്തയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ക്രിസ്തുവിൽ ആയിരിക്കുന്നതിൽ നിങ്ങൾ ഗൗരവം ഉള്ളവരാണോ? നിങ്ങൾക്ക് സത്യസന്ധമായി
ക്രിസ്തുവിലായിരിക്കണമെന്നുള്ള ആ വ്യഗ്രത നിങ്ങളിലുണ്ടോ? അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിരന്തരം ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ അറിയുന്നതിൽ, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, ദൈവത്തോടുകൂടെ അടുത്തിരിക്കുന്നതിൽ, സാക്ഷാൽ പരിശുദ്ധാത്മാവിനെ പരിപൂർണമായും ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതിനായിട്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിച്ചേ പറ്റൂ. അയ്യോ, എനിക്ക് നാളെ എങ്ങനെയാ? അയ്യോ, എന്നെ ആരും സഹായിക്കാനില്ല. അയ്യോ, ഞാൻ എന്താ ചെയ്യുക? ഇതാണ് നിങ്ങളുടെ മനസ്സ്. ഈ വിഷയങ്ങൾക്കെല്ലാം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ ശ്രമിക്കും, ദൈവത്തിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു സത്യസന്ധനായ ദൈവ പൈതൽ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട്, കർത്താവേ, എനിക്ക് അങ്ങയെ ഒന്ന് സ്നേഹിക്കണം, പരിശുദ്ധാത്മാവേ സഹായിക്കണം. ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു അപേക്ഷയായിരിക്കും ആ വ്യക്തിക്ക്. മരണം മുമ്പിൽ നിൽക്കുമ്പോഴും പരിശുദ്ധാത്മാവേ സഹായിക്കണം, എനിക്ക് എൻ്റെ കർത്താവിനെ സ്നേഹിക്കണം എന്ന പ്രാർത്ഥനയായിരിക്കും. അങ്ങനെയുള്ളവർ നശിച്ചു പോകില്ല. അങ്ങനെയുള്ളവരിൽ നിന്ന് നിത്യജീവൻ മാറിപ്പോകില്ല. അങ്ങനെയുള്ളവർ ദൈവത്തിൽ വസിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരിൽ ദൈവമുണ്ട്. അങ്ങനെയുള്ളവർ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. അങ്ങനെയുള്ളവരിൽ ക്രിസ്തുവുണ്ട്. അങ്ങനെയുള്ളവരിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ ആത്മാവിന്റെ ഏറ്റവും നല്ല ഒരു വിളഭൂമിയാണ്. അവർ 30, 60, 100 മേനി ഫലം കായ്ക്കുന്നവരാണ്. കാരണം അവർക്ക് വചനം ഗ്രഹിക്കുവാനുള്ള കഴിവുണ്ട്. അവരുടെ മനസ്സ് വചനത്തെ മനസ്സിലാക്കുവാനായി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആർക്കാണ് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുക? ആർക്കാണ് ദൈവസ്നേഹത്തെ അനുഭവിക്കാൻ കഴിയുക? സംശയമില്ലാതെ പറയാം, വചനം ദൈവാത്മാവിനാൽ ഗ്രഹിക്കുന്നത് ആരോ അവരാണ്. The person who can understand the word of God by the help of the Holy Spirit, that person can definitely love God. If you cannot understand the word of God by the help of the Holy Spirit, you cannot love God. That's all. പല പ്രിയപ്പെട്ടവരിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം മനസ്സിലാക്കാനുള്ള കഴിവില്ല. അവർ അപ്പോഴും മറ്റു കാര്യം, വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു വെച്ചതുപോലെ. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല. അങ്ങനെയുള്ളവർ തോറ്റുപോകും. അങ്ങനെയുള്ളവർ നിത്യത പ്രാപിക്കില്ല. നിങ്ങൾ ദൈവാത്മാവിൽ ആശ്രയിച്ചേ പറ്റൂ. നിങ്ങളുടെ ജീവിതം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ ആശ്രയിച്ച് മുൻപോട്ട് പോയേ പറ്റൂ. There is no other go. ഞാൻ ഈ വചനം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കട്ടെ. മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 37-36. മത്തായി എഴുതിയ സുവിശേഷം 22-ന്റെ 37-38 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്നു പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു പിതാവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സ്നേഹം തന്നെ നമ്മോടും പ്രകടിപ്പിക്കുന്നത് നമുക്ക് ക്രിസ്തേശുവിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവന് മറുവിലയായി കൊടുത്തത്. ഈ സത്യത്തെ ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് പ്രിയമുള്ളവരെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഏവരോടും കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.